മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി കഴിഞ്ഞ ആഴ്ചത്തേതുപോലെ തന്നെ തരക്കേടില്ലാത്ത ഒരു നിലവാരത്തിൽ സ്ഥിരതയാർജിക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും 6000 കടന്നില്ലെങ്കിൽ കൂടി തിങ്കളാഴ്ച അവധി ദിവസം കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഓപ്പണിംഗ് വളരെ പോസിറ്റീവായിട്ട് വന്നു. 6000 കടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. താനും മാർക്കറ്റ് ഇടിയാനുള്ള സാധ്യതയേക്കാൾ മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ആ രഘുറാം രാജൻ ഇമ്പാക്റ്റ് അത് ഈ ആഴ്ചയിലും തുടർന്നു എന്നതാണ് യാഥാർത്ഥ്യം. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജിക്കറ്റീവ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ഭുവനേന്ദ്രൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഏകദേശം വളരെ കൃത്യമായി വന്നു. 5950 നിലവാരം വരെ പോയേക്കുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ വന്നു. താഴേക്ക് വലിയ ഡൗൺ സൈഡ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതും 5700 ലെവലുകൾ അതിനിടയിൽ സ്ഥിരതയാർജിക്കുന്നത് കണ്ടു. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ചും അടുത്ത ആഴ്ച ധാരാളം ഡാറ്റകൾ വരാനുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം, അതിനെ തുടർന്ന് 20-ാം തീയതി നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ വായ്പ നയം വരുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു? നെക്സ്റ്റ് വീക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വീക്കാണ്. ഒന്ന് മൺഡേ ഇൻഫ്ലേഷൻ വരുന്നു. 18th ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗ്, അതിൻ്റെ തീരുമാനം തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു അനൗൺസ്മെൻ്റ് ആയിരിക്കാം. അതുപോലെ 20th വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഇക്കണോമിയിൽ ശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് നെക്സ്റ്റ് വീക്ക് വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഒന്ന്, മാർക്കറ്റ് വളരെ ബ്യൂട്ടിഫുൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് റാലി നമുക്ക് ലഭിച്ചു. 5850 നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതിന് കുറേയധികം കാരണങ്ങൾ. ഒന്ന്, റുപ്പി രഘുറാം രാജൻ എഫക്റ്റ് തന്നെ. ഒന്ന്, റുപ്പി വളരെയധികം ബെറ്ററായിട്ട് മൂവ് ചെയ്തു. അതുപോലെ FISന്റെ പാർട്ടിസിപ്പേഷൻ വളരെ ആക്റ്റീവ് ബൈയിങ് സോണിലേക്ക് FIS വന്നു. IIP ഡാറ്റ വളരെ ബെറ്റർ ആയിട്ടുള്ള IIP ഡാറ്റ വന്നു. അങ്ങനെ മാർക്കറ്റിന് അനുകൂലമായ, അതുപോലെ ഗ്ലോബൽ ന്യൂസുകളും US നിന്ന് വന്ന ജോബ്ലെസ് ഡാറ്റ ബെറ്റർ ആയിരുന്നു. അപ്പോൾ ഗ്ലോബൽ ന്യൂസുകളും ഇന്ത്യൻ ഇക്കണോമിക് ന്യൂസുകളെല്ലാം തന്നെ വളരെ മാർക്കറ്റിന് അനുകൂലമായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. 5900 മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തെങ്കിലും അതിന് മുകളിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സ്ട്രോങ് ഡാറ്റ, അതല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള FISന്റെ പാർട്ടിസിപ്പേഷൻ അത്രത്തോളം ഒരു ഫ്രൈഡേയോട് കൂടി ഒന്ന് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൽ ഒരു എനർജി നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. പക്ഷേ നെക്സ്റ്റ് വീക്ക് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നെക്സ്റ്റ് വീക്ക്. ഈ ഡാറ്റ വളരെ വ്യക്തമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇപ്പോൾ നമ്മൾക്കറിയാം പല സ്റ്റോക്കുകളും, ഇപ്പോൾ L&T എടുത്താലും ടാറ്റ സ്റ്റീൽ എടുത്താലും ബാങ്കിങ് സ്റ്റോക്കുകൾ എടുത്താലും ടാറ്റ മോട്ടോഴ്സ് എടുത്താലും ഓൾമോസ്റ്റ് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ 35% ഷോർട്ട് പീരീഡിൽ കൊടുത്തിരിക്കുന്നത്, റിക്കവറി വന്നിരിക്കുന്നത്. അത്രത്തോളം ഷാർപ്പായിട്ടുള്ള റിക്കവറിക്കുള്ള ന്യൂസുകളില്ല. അതൊരു സത്യം തന്നെയാണ്. ഈ 20th റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന തീരുമാനം ആയിരിക്കാം അതുപോലും ചിലപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത ഒരു മൂവ് ആയിരുന്നു ബാങ്കിങ് സെക്ടറിൽ വന്നിരിക്കുന്നത്. അതുപോലെ 18th വരുന്ന ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗ് വളരെ ക്രൂഷ്യലാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഏത് ദിശയിലേക്ക് മൂവ് ചെയ്യും എന്ന് തീരുമാനിക്കുന്നതും ആ ഒരു തീരുമാനം തന്നെയായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡാറ്റയെ അനുസരിച്ചിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഈ ഒരു മൂവ് 6000 മുകളിലേക്ക് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യില്ല. ഫസ്റ്റ് ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6000 ആണ്. ദെൻ 6080 to 6100 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സോൺ തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ. ഡൗൺ സൈഡ് എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഈ 5800 ആണ്. 780-800 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 5700 ആണ്. ഒരു മൂവിംഗ് റേഞ്ച് 5700-6100 എന്ന് പറയുന്ന ലെവലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് കൂടുതലായിട്ട് സാധ്യത. 5680 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫാളിന് സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഈ ടെക്നിക്കൽ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഒന്ന് ഇൻഫ്ലേഷൻ, 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും. 13th വരുന്ന ഇൻഫ്ലേഷൻ, 18 അത് അത്രത്തോളം പ്രാധാന്യമില്ല. എന്നാലും 20th റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് ഇൻഫ്ലേഷൻ കുറഞ്ഞു വരേണ്ടത് ഒരാവശ്യമാണ്. ആ ഇൻഫ്ലുവൻസ് കുറയാനുള്ള ഒരു സാധ്യത അത് മാർക്കറ്റ് വളരെ പോസിറ്റീവായി കാണാം. ദെൻ 18th ആണ് ഒരു ക്രൂഷ്യൽ മീറ്റിംഗ്. 18th and 20th എന്ന് പറയുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് ട്രെൻഡ് ഡിസൈഡർ ആണ്. അത് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. എന്തായാലും അത് നമുക്ക് നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഓഹരിയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഫെഡറൽ ബാങ്ക്. നമ്മൾ സംസാരിച്ചു, അത് താങ്കൾ വാങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു. വലിയ രീതിയിലുള്ള അപ്രീസിയേഷൻ അതിന് കിട്ടി. ഇപ്പോൾ 300 ലെവലുകളിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഏകദേശം 234 രൂപയിൽ നിന്ന് ഓഹരി 300 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ധാരാളം പേർ ഒരു ആശങ്കയും ഉണ്ടായിരുന്നു, ഈ ഓഹരി എന്താണ് ഇത്രയധികം താഴെ പോകുന്നത്. അപ്പോൾ അത് പൊതുവെ നന്നായി വന്നിട്ടുണ്ടെന്ന് പലരും അറിയിക്കുകയും ഉണ്ടായി. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഗഫൂർ അദ്ദേഹത്തിൻ്റെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ ചോദ്യം, ജെറ്റ് എയർവേസ് 318 318 രൂപയ്ക്കാണ് വാങ്ങിയത്. 2000 എണ്ണം വാങ്ങിയിട്ടുണ്ട്. HCL ഇൻഫോ സിസ്റ്റംസ്
അല്ല, HCL ഇൻഫോടെക് ആണ്. പിന്നെ മറ്റൊന്ന് ഫിനോലെക്സ് കേബിൾസ് 57 രൂപ. L&T 1500 എണ്ണം 800 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇതിൽ സ്റ്റോക്ക് ജെറ്റ് എയർവേസ് കുറച്ച് ഹൈ ബീറ്റ സ്റ്റോക്കാണ്. വളരെ ഈ ന്യൂസ് ഇപ്പോഴും ടേക്ക് ഓവർ ഇങ്ങനെയുള്ള ന്യൂസുകൾ വളരെ ഒരു ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് ഈ സ്റ്റോക്ക്. ഈ അതാത് സമയങ്ങളിൽ വരുന്ന ആ ഒരു ഗെയിൻ എനിക്ക് തോന്നുന്നത് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു 400 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. 350, 320 ആണ് ഇമ്മീഡിയറ്റ് ടെക്നിക്കലി 2 സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ HCL ഇൻഫോ 24 and 20 സപ്പോർട്ട് ലെവലാണ്. 30 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫിനോലെക്സ് കേബിൾ ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്ക് 50 ആണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്, 44 സെക്കൻഡ് സപ്പോർട്ട്. 44ലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രമേ 44 വരാൻ സാധ്യതയുള്ളൂ. 50 സേഫ് ആയിട്ടുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എൻട്രി പോയിന്റ് തന്നെയാണ്. 58 ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ് 58 എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു റേറ്റ് ഒരിക്കലും ഒരു സെല്ലിംഗ് നടത്തേണ്ട ആവശ്യമില്ല. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഫിനോലെക്സ് കേബിൾ ഒരു ബെറ്റ് തന്നെയാണ്. ദെൻ ലാർസൺ ആൻഡ് ടൂബ്രോ ഗോൾഡ്മാൻ സാക്സ് ബൈ റെക്കമെൻഡേഷൻ കൊടുത്തു എന്നുള്ളതാണ് ഒരു പോസിറ്റീവ്. അതിന് ബെറ്റർ IIP ഡാറ്റ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോൾഡ്മാൻ സാക്സ് ഒരു ബൈ റെക്കമെൻഡേഷൻ കൊടുത്തു. ആ സ്റ്റോക്കും 30% അടുത്ത് ആ ലോവർ ലെവലിൽ നിന്നും ഗെയിൻ വന്നു. അടുത്തൊരു 875, 900 എന്ന് പറയുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇദ്ദേഹം തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ L&T സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്, ഫണ്ടമെന്റലി സൗണ്ട് ആണ്. പക്ഷേ ഇത്രത്തോളം ഒരു 1 വീക്ക് കൊണ്ട് 30-35% ഗെയിൻ കിട്ടിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും 875, 900 എന്ന് പറയുന്നത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ L&T ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഫിനോലെക്സ് കേബിൾ, ജെറ്റ് എയർവേസ് ആ ഒരു സെക്ടറിൽ കുറച്ച് റിസ്ക് നിലനിൽക്കുന്നു. ഒരു ഹൈ ബീറ്റ സ്റ്റോക്കാണ്, ന്യൂസ് ഡ്രിവൺ ആണ്. അതുകൊണ്ട് കുറച്ചൊരു കോഷ്യസ് അപ്രോച്ച് ജെറ്റ് എയർവേസിൽ എടുക്കുക. അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വാല്യുവേഷൻ തന്നെയാണ്. കാരണം ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ഇപ്പോഴും ജെറ്റ് എയർവേസ് മൂവ് ചെയ്യുന്നത്. ഒരവസരത്തിൽ 300 ബിലോ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റീവ് മൊമെൻറ്റം ആ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. ഓവറോൾ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം നിലനിൽക്കുന്നത്. അടുത്തൊരു മാർക്കറ്റിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്കിൽ നിന്ന് തൽക്കാലം ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. അത് എല്ലാ ഇൻവെസ്റ്റേഴ്സും. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ ഒരു എനർജി നിലനിൽക്കുന്നു, കുറച്ചുകൂടെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും. ദെൻ വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. വൺ സൈഡ് മാർക്കറ്റിന് ഒരിക്കലും മൂവ് ചെയ്ത് പോകാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും സ്റ്റോക്ക് സെല്ല് ചെയ്ത ഏറ്റവും ഹയർ വാല്യൂവിൽ എനിക്ക് സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കരുത്, ഏറ്റവും ലോവർ വാല്യൂവിൽ ബൈ ചെയ്യണമെന്ന് വിചാരിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ അടുത്തൊരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, ദെൻ ഒരു പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക, അടുത്ത കറക്ഷനിൽ ബാക്കി വാങ്ങുക, അതായിരിക്കും നല്ലത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം മുട്ടടയിൽ നിന്നും PT മാത്യൂസ്, അദ്ദേഹത്തിൻ്റെ കത്ത് എല്ലാ ആഴ്ചയും പതിവായി മാർക്കറ്റ് വാച്ച് കാണുന്ന ആളാണ്. നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് 20 കമ്പനികളുടെ ഷെയറുകൾ ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഇതിന് പുറമെ അദ്ദേഹത്തിൻ്റെ സംശയം ഒക്കാഡ് ഫാർമ 2100 നിന്നും ഇത്രയും താഴേക്ക് പോകാൻ കാരണം എന്താണ്? മറ്റൊന്ന് ടൈറ്റാൻ, ടാറ്റ ഗ്ലോബൽ, പവർ ഗ്രിഡ്, എസ്കോട്ട്സ്, ഈ ഷെയറുകൾ ഇപ്പോഴത്തെ നിലയിൽ ഹോൾഡ് ചെയ്യണമോ വിറ്റുമാറണമോ? ഇതിൽ ടൈറ്റാൻ, ടാറ്റ ഗ്ലോബൽ, പവർ ഗ്രിഡ്, എസ്കോട്ട്സ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇപ്പോഴും അതിനൊരു വാല്യുവേഷൻ നമ്മൾക്ക് ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ മാത്രമാണ് ഈ റാലി സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഫണ്ടമെന്റലി സ്റ്റോക്കൊക്കെ തന്നെ സൗണ്ടാണ്. ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. വൊക്കാഡിൽ വളരെ ഷാർപ്പായുള്ള ഒരു അപ്പ് മൂവ് നമ്മൾ കണ്ടു. എനിക്ക് തോന്നുന്നു ബിലോ 300 ആയിരുന്നു ആ സമയത്ത് മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 670 ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. US അവരുടെ ഒരു പ്രൊഡക്റ്റ് ബാൻ ചെയ്തു, അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ന്യൂസ് വന്നിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷനാണ് 2000 ലെവലിൽ നിന്ന് വളരെ ഷാർപ്പായുള്ള സെൽ ഓഫ്. എനിക്ക് ബിലോ 300ലേക്കാണ് സ്റ്റോക്ക് മൂവ് ചെയ്തത്. ഇപ്പോൾ വീണ്ടും ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം സ്റ്റോക്കിൽ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ഫണ്ടമെന്റലി ആ സ്റ്റോക്ക് സൗണ്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ഫാർമ സെക്ടർ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു അടുത്തൊരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരേണ്ട ഒരു സെക്ടറാണ് ഫാർമ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഫാർമ സെക്ടർ അടുത്തൊരു ജനറേഷൻ സ്റ്റോക്ക് എന്ന രീതിയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഇന്ത്യയിൽ നിന്നും പുതിയൊരു കഥ വന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഫാർമ കമ്പനികൾ പുതിയതായി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ എമർജ് ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ലൂപ്പിൻ, ഗ്ലെൻമാർക്ക്, സൺഫാർമ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിലീപ് ഷാങ്വിയുടെ സൺഫാർമ. ഫാർമ എല്ലാം ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണെന്നുള്ളതാണ്. അതൊക്കെ തന്നെ ആളുകൾ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യം. ഇവരുടെ എല്ലാം വളർച്ച ഇന്ത്യയും കടന്ന് അങ്ങോട്ട്
ഒരുപാട് മുന്നേറുന്നു. ലോകത്തിൽ ലോകമെമ്പാടും അതിന്റെ പ്രസൻസ്, പ്രത്യേകിച്ച് സൺഫാർമയാണ്. അത് ടാരോ ഇസ്രായേലിൽ ഏറ്റെടുത്തതിന് ശേഷം അവർ റാപ്പിഡ് സ്ട്രൈഡ്സ് ആണ് വെച്ചത്. അത് വളരെ നിർണായകമാണ്. എനിക്ക് തോന്നുന്നു ആ ഓഹരിയിലും വലിയ അപ്രിസിയേഷൻ ഇനിയും സംഭവിക്കാനിരിക്കുന്നു. റാലി സ്റ്റാർട്ട് ചെയ്തില്ല, ഫാർമ സെക്ടറിന്റെ റാലി ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഡിസ്കൗണ്ട് വാല്യൂലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ അധികം അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സ്ട്രെങ്ത്, വൺസ് മാർക്കറ്റ് ഒരു ബുൾ റൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമ സെക്ടറൊക്കെ ആയിരിക്കും. അതിൽ തന്നെ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ വോക്കാർഡ് ആണെങ്കിലും സിപ്ല ആണെങ്കിലും ലൂപ്പിൻ ആണെങ്കിലും ഇതൊക്കെ തന്നെ, ഗ്ലെൻമാർക്ക് എല്ലാം തന്നെ ഫണ്ടമെന്റലി, സിപ്ല എല്ലാ സ്റ്റോക്കുകളും ഫണ്ടമെന്റലി സൗണ്ടാണ്. അപ്പോൾ ഓരോ കറക്ഷനും എനിക്ക് ഒരു 30% വെയിറ്റേജ് എനിക്ക് തോന്നുന്നു ഫാർമ സെക്ടറിന് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി സൗണ്ടാണ്. 20ഓളം സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നത്. അത് റെഡ്യൂസ് ചെയ്ത് എനിക്കൊരു മാക്സിമം ഒരു 10 സ്റ്റോക്ക് ആയിരിക്കും. അതെ, നല്ലത്. നല്ലൊരു പ്രൊഡക്റ്റ് മിക്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എല്ലാ സെക്ടറും പരിഗണിക്കുക എന്നുള്ളതാണ്. ഓരോ സമയത്തും ഓരോ സെക്ടറാണ് റാലി. അപ്പോൾ എല്ലാ ഒരു 5-6 സെക്ടർ പരിഗണിക്കുക. അതിൽ ഫ്രണ്ട് റൺ ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പരിഗണിക്കുക. ഓരോ റിലീഫ് റാലിയിലും എക്സിറ്റ് ചെയ്ത് മാറുക. ഓരോ ഷാർപ്പ് സെൽ ഓഫിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജി. മറ്റൊരു ഓഹരിയിൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ടത്, പ്രത്യേകിച്ചും താങ്കളുടെ ഏറ്റവും വലിയ ഡാർലിംഗ്, ഏറ്റവും വലിയ എപ്പോഴും ജമ്മായി പിക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് വലിയൊരു കുതിപ്പ് കഴിഞ്ഞ ദിവസം കാണിച്ചു. പ്രത്യേകിച്ചും ജാഗ്വാർ ലാൻഡ് റോവർ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള സെയിൽസ് വളരെ വലിയ, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു. ആ ഓഹരിയിൽ വലിയൊരു കുതിപ്പ് കണ്ടു. ആ ഓഹരി എങ്ങോട്ടാണ്? അടുത്ത അതിൻ്റെ ഒരു ടെക്നിക്കൽ മൂവ്മെന്റ് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് 360, 380 എന്ന് പറയുന്നത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ്. അതൊരു ഗ്ലോബൽ കമ്പനിയാണ്. ഗ്ലോബൽ സിറ്റുവേഷൻ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഒരു 500 പ്ലസിലേക്ക് ഇമ്മീഡിയറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് സ്റ്റോക്കിന്. അതുപോലെ ഇമ്മീഡിയറ്റ് കറക്ഷൻ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുകയാണെങ്കിൽ തന്നെ അതൊരു 280 ഒരു ബോട്ടം ലൈനായിട്ട് സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 380, 360 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റാണ്. അത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ട്രേഡിംഗ് ആംഗിളിൽ കാണുന്ന ഒരു നിക്ഷേപകരെ സംബന്ധിച്ച് ഷോർട്ട് ടൈം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കാം. ഒരു ലോങ് ടൈം വ്യൂവിൽ ഒരു ഗ്ലോബൽ കമ്പനി കയ്യിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇത് തന്നെയാണ്. കാരണം ഇന്ത്യൻ കമ്പനിയല്ല. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ എടുത്താലും, കാരണം രത്തൻ ടാറ്റയാണ് ഇന്ത്യയിൽ നിന്നും ഒരു ഗ്ലോബൽ കമ്പനി അല്ലെങ്കിൽ ഗ്ലോബൽ ലീഡർ എന്നുള്ള ഒരു കമ്പനി 2 കമ്പനികളാണ് ടേക്ക് ഓവർ ചെയ്തത്. അതൊരു ചരിത്രം തന്നെയാണ്. അന്നതൊരു വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു അതിന്റെ വാല്യുവേഷനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഇന്നത് യൂറോപ്യൻ ക്രൈസിസും US ക്രൈസിസും ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും നല്ലൊരു ടേക്ക് ഓവർ ആയിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം 190ൽ നിന്ന് ഇപ്പോൾ ടാറ്റ സ്റ്റീൽ വളരെ ഷാർപ്പായിട്ടുള്ള, ഒന്ന് ഓട്ടോമൊബൈലാണ്, 2 സ്റ്റീലാണ്. ഈ 2 സെക്ടറും വളരെ ഗ്ലോബലി തന്നെ വളരെ ഡിമാൻഡ് ഉള്ളതാണ്. അഭൂതപൂർവമായ ഒരു കുതിപ്പിലേക്ക് ഒരുപക്ഷെ വരുന്ന വർഷങ്ങളിൽ ഈ കമ്പനികൾ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അപ്പോൾ രഘുറാം രാജൻ ഇമ്പാക്ട് അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ചും 20-ാം തീയതി. പക്ഷേ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ അതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും റിസർവ് ബാങ്ക് ജനുവരിയോടുകൂടി 2014 ജനുവരിയോടുകൂടി പുതിയ ബാങ്കിങ് ലൈസൻസുകൾ പ്രഖ്യാപിക്കും. അക്കാര്യത്തിൽ വലിയൊരു ഉത്സാഹവും ഒക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും L&T ഫിനാൻസ്, കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റ് ഫിനാൻസ്, അതുപോലെ ഒരു നിര കമ്പനികൾ, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വരെ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. ഉദ്ദേശം എത്ര ബാങ്കുകൾക്ക് വരെ ലൈസൻസ് കൊടുത്തേക്കാം, അതിൽ നമ്മുടെ ഈ മുത്തൂറ്റ് ഫിനാൻസ്, L&T ഫിനാൻസ്, ഇതിൻ്റെ സാധ്യതകൾ ഇതെല്ലാം നോക്കുമ്പോൾ, ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം, പൊതുവെ പൊതുമേഖലാ ബാങ്കുകളുടെ എല്ലാം NPA കിട്ടാക്കടം വളരെ കൂടുതലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ആ സാഹചര്യത്തിൽ പുതിയ ബാങ്കുകൾക്ക് അത്തരത്തിലുള്ള കീറാമുട്ടികൾ പ്രതിസന്ധി ഉണ്ടാക്കുമോ? ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പെട്ടെന്ന് പറയണം. പുതുതായി ബാങ്കിംഗ് ലൈസൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്തായാലും പുതിയ RBIയുടെ 2014 വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. L&T ഫൈനാൻസ്, ശ്രീറാം, അതുപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസ്, അത് അതിൻ്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ലൈസൻസ് കൊടുക്കാനുള്ള സാധ്യത. രണ്ടാമതായി NPA. ഇപ്പോഴും നമ്മൾ ഈ ബാങ്കിങ് സെക്ടറിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് NPA തന്നെയാണ്, കിട്ടാക്കടം തന്നെയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഗ്രോത്ത് ഇല്ലായ്മ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്നത്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ക്രൈസിസ്. അത് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് തന്നെയാണ്. അത് പുതുതായി വരുന്ന ബാങ്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബാങ്കിങ് ലൈസൻസ് കിട്ടുന്ന കമ്പനികളെ സംബന്ധിച്ച് അതൊരു വലിയ ടഫായി വരാനുള്ള സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇലക്ഷനോട് കൂടി തന്നെ ഇക്കണോമിക് സിറ്റുവേഷനിൽ മാറ്റം വരികയാണെങ്കിൽ കൂടുതൽ ബാങ്കിങ് ലൈസൻസ് കൊടുക്കാനും ബാങ്കുകൾക്ക് വളരെ റൂറൽ സെഗ്മെന്റിൽ വളരെയധികം സ്കോപ്പുള്ള ഒരു സെക്ടറാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കമ്പനികൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നിലവിലുള്ള ബാങ്കുകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെക്ടർ തന്നെയാണ്. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണെന്നല്ല. അതുപോലെ തന്നെ ഈ ബാങ്കിങ് ലൈസൻസ് കിട്ടാനുള്ള
സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ സ്റ്റോക്കുകൾ കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. വളരെയധികം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അടുത്ത ആഴ്ചത്തെ വരാനിരിക്കുന്ന ഫെഡറൽ റിസർവിന്റെ തീരുമാനവും. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഫെഡറൽ റിസർവ് തീരുമാനം നോക്കിയിട്ട് റിസർവ് ബാങ്കിന്റെ തീരുമാനം എടുക്കാനായി രഘുറാം രാജൻ 2 ദിവസം കൂടി തള്ളി 20-ാം തീയതിയിലേക്ക് ഒരു തീരുമാനം. അത് അമേരിക്ക എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട്, പണ്ടായിരുന്നെങ്കിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നത് അമേരിക്ക ചെയ്യുന്നത് നോക്കിയാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച ഒരു പ്രതിസന്ധി ഘട്ടമാണ്. അതുകൊണ്ട് അമേരിക്ക ചെയ്യുന്നത് നമ്മൾ നോക്കിയേ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തു. അതിനെ പൊതുവെ മാധ്യമങ്ങളടക്കമുള്ളവർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും 20-ാം തീയതി നമ്മുടെ ഇന്ത്യയുടെ വായ്പാ നയം വരും. നിലവിലുള്ള റേറ്റുകൾ കൂട്ടുമോ അല്ലെങ്കിൽ കുറയ്ക്കുമോ എന്നുള്ള കാര്യങ്ങൾ വരും. നമ്മുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനായി വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കുന്ന തരത്തിൽ ബാങ്കുകൾക്ക് നടപടിയെടുക്കാനുള്ള സാഹചര്യം രഘുറാം രാജൻ ഒരുക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ 20-ാം തീയതി അറിയാം. എന്തുതന്നെയായാലും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള ആ ഒരു മന്ത്രം തന്നെയാണ് ഇപ്പോഴും തുടരേണ്ടത്. കാരണം വലിയ രീതിയിൽ തകർന്നു പോയ ഒരു വിപണി ശക്തമായി തിരിച്ചു വരാൻ രഘുറാം രാജന്റെ വരവ് സഹായിച്ചു. എന്തുതന്നെയായാലും അടുത്ത 6100 കടന്ന് അല്പം കൂടി മുന്നോട്ട് പോയാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നല്ലതാണ്. അതിനുശേഷം വീണ്ടും ക്ഷമയോടെ കാത്തിരുന്നാൽ, ഒരു കറക്ഷൻ വന്നാൽ, ഒരു സാങ്കേതിക തിരുത്തൽ വന്നാൽ അപ്പോൾ പുതിയ എൻട്രികൾ നടത്തുന്നതായിരിക്കും അഭികാമ്യം. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.